നമ്മൾ പുതിയ വീഡിയോയ്ക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അച്ഛൻ ഉള്ളി അരിയുകയാണ്. അമ്മ ചോറ് വെള്ളത്തിയിട്ടിട്ടുണ്ട്, ചിക്കൻ വെള്ളത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പറയൂ, എന്തായിരിക്കും നമ്മളന്ന് വെക്കാൻ പോകുന്നത്? ചിക്കൻ ബിരിയാണി അല്ല, കുഴിമന്തി. കുഴിയിൽ വെക്കാത്ത കുഴിമന്തിയാണ് ഇന്ന് വെക്കാൻ. അപ്പോൾ അരിയിടാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങൾ ഉടനെ കാണാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയിലിടാൻ. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പെപ്പർ കൂടെ ഇട്ടാലും പറയാൻ മറന്നുപോയി. ആ പേസ്റ്റും ഉള്ളിയും കൂടെ ചിക്കനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനിട്ട്, മഞ്ഞൾപ്പൊടി ഇട്ടു, ഗരം മസാലപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി മുളകും ചേർത്തതാണ്. ഇനി പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഇടുക. എണ്ണ ഒഴിച്ചു. എണ്ണ സൺഫ്ലവർ ഉണ്ടെങ്കിൽ സൺഫ്ലവർ ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അരി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിടാൻ വേണ്ടി വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. വെള്ളത്തിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഡാൽഡ ഇട്ടിട്ടുണ്ട്. ആ പാത്രത്തിൽ വെക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ പാത്രം മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇടാനായിട്ട് പോവുകയാണ്. അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരി വെന്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അരി ഊറ്റാൻ പോവുകയാണ് ഗൈസ്. അതെ, അരി ഊറ്റുകയാണ്. അരി ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുഴിമന്തിയുടെ മെയിൻ സാധനമായ കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച്, പിന്നെ ചിക്കനും മസാല കൂട്ടി ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നിറച്ച കുക്കറിലേക്ക് നമ്മൾ അരി ഇടുകയാണ്, ചോറ് ഇടുകയാണ്. കുഴിമന്തിയുടെ മെയിൻ സാധനമായ കരിക്കട്ട നമ്മളുടെ അടുപ്പ് നിന്നെടുത്ത് ഇതാ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. കരിക്കട്ടയല്ല, കാനല്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് നാരങ്ങ നീരുണ്ടെങ്കിൽ അതും കൂടെ ഒഴിക്കാവുന്നതാണ്. ഇതാണ് ഈ കുഴിമന്തിയുടെ അവസാന ഘട്ടം. അപ്പോൾ കുക്കർ എന്നിട്ട് അടച്ച് നമ്മൾ എടുത്ത് അടുപ്പിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് നാരങ്ങ ഒഴിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടാക്കിയിട്ട് നാരങ്ങയൊന്നും ഇവിടെ ഇല്ലായിരുന്നു. തട്ടിയിരിക്കുകയാണ്. ഇനി നമ്മളിത് മിക്സ് ചെയ്യുന്നു. കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് റെഡിയായിട്ടുണ്ട്. 7up കാത്തിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ വിളമ്പുന്നതാണ്. ഇത് അച്ഛനാണ് വിളമ്പുന്ന. അച്ഛ ഹൈ. അപ്പം വിളമ്പയാണ്. എൻ്റെ പ്ലേറ്റ് കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് 7up. കണ്ടാൽ നിങ്ങൾക്ക് തോന്നും പച്ചവെള്ളമായിരിക്കുമെന്ന്. അല്ല, കുപ്പി ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആരും വിചാരിക്കേണ്ട, ഇത് ഒറിജിനലാണ്. അപ്പം എൻ്റെ ചേച്ചിയുടെ പ്ലേറ്റ് എടുത്തിരിക്കുകയാണ്. അമ്മ എനിക്കും ചോറിടുകയാണ്. ഞാൻ തിന്നിട്ട് ടേസ്റ്റ് പറയാം. ഗൈസ്, നമ്മൾ ചോറിന് കുഴിമന്തി തിന്നാൻ പോവുകയാണ്. അപ്പം ഇതാണ് ചൂട് കേട്ടോ ഗൈസ്. സൂപ്പർ ഗൈസ്. നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. സീനാണ്, നോക്കണം ഗൈസ്. ടാറ്റാ, ഗുഡ് ബൈ. Bye friends.